UEFA ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിന് ജയം. പ്രീ ക്വാർട്ടർ ആദ്യപാദ പോരാട്ടത്തിൽ ജർമ്മൻ ക്ലബ് RB ലൈപ്സിഗിനെയാണ് റയൽ പരാജയപ്പെടുത്തിയത്. ലൈപ്സിഗിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു റയലിന്റെ വിജയം. ബ്രാഹിം ഡിയസ് ആണ് റയലിന്റെ വിജയ ഗോൾ നേടിയത്. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ റയൽ വലയിൽ ലൈപ്സിഗ് പന്തെത്തിച്ചു. എന്നാൽ ഗോൾ ഓഫ്സൈഡിനെ തുടർന്ന് നിഷേധിച്ചു. ഇതൊരു വിവാദപരമായ തീരുമാനമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിച്ചു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ 48-ാം മിനിറ്റിലായിരുന്നു റയലിന്റെ വിജയമുറപ്പിച്ച ഡിയസിന്റെ ഗോൾ വന്നത്. കാർവഹാലിൽ നിന്ന് പന്ത് സ്വീകരിച്ച് വലതുവിങ്ങിൽ നിന്നും ലൈപ്സിഗ് താരങ്ങളെ വെട്ടിയൊഴിഞ്ഞു മുന്നേറിയ ഡിയസ് ബോക്സിന് പുറത്തുനിന്ന് മനോഹരമായ ഒരു സ്ട്രൈക്കിലൂടെ ഗോൾ നേടുകയായിരുന്നു. മത്സരത്തിൽ 9ഓളം സേവുകൾ നടത്തിയ ഗോൾ കീപ്പർ ലുനിനും റയലിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 50% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് റയൽ മാഡ്രിഡ് ആയിരുന്നു. 15ഓളം ഷോട്ടുകളാണ് റയൽ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 547 പാസുകൾ 88% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 14ഓളം ഷോട്ടുകളാണ് RB ലൈപ്സിഗ് തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 540 പാസുകൾ 87% കൃത്യതയോടെ ലൈപ്സിഗ് പൂർത്തിയാക്കി. മാർച്ച് 7-നാണ് 2-ാം പാദ പ്രീ ക്വാർട്ടർ മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.